ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഹരിതയുടെ മാരേജ് കൂടാനായിട്ടാണ്. ഹരിത എൻ്റെ സിസ്റ്റർ പോലെയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ഇതാണ് ഇന്ന് എൻ്റെ ഔട്ട്ഫിറ്റ് ഇന്നത്തെ ഫംഗ്ഷൻ്റെ. പക്ഷെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സാരി ഉടുക്കാൻ അറിയാത്ത ഞാൻ സാരി എടുത്ത് വന്നപ്പോഴേക്കും താലികെട്ട് കഴിഞ്ഞു പോയി. ഒരു 5 മിനിറ്റ് നേരത്തെ എത്തിയിരുന്നെങ്കിൽ താലികെട്ട് കൂടാൻ പറ്റുമായിരുന്നു. പക്ഷേ ഒരു സമാധാനം എന്തെന്ന് വെച്ചാൽ ഞാൻ ലേറ്റായ പോലെ ബാക്കി എല്ലാവരും ലേറ്റായിട്ടുണ്ട്. ബാക്കി ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ 5:30 മാത്രം സമയത്തിന് എത്തിയായിരുന്നു. ആൾ താലികെട്ടൊക്കെ കണ്ടു. ബാക്കി എല്ലാവരും ഞാൻ വന്ന ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കുമാണ് എത്തിയത്. എന്തായാലും അടിപൊളിയായിരുന്നു. ഹരിത കല്യാണ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു. അതേപോലെ ചെക്കന് നല്ല മിടുക്കനാട്ടോ. കാണാനൊക്കെ അടിപൊളിയായിരുന്നു. രണ്ടുപേരെയും ഫോട്ടോസൊക്കെ ഞങ്ങളെടുത്ത് നൈസായിരുന്നു. പിന്നെ ഞങ്ങൾ ടീംസൊക്കെ വന്നല്ലോ, അവരൊക്കെ വന്നതിന് ശേഷം കുറച്ചും കൂടെ രസമായിരുന്നു. എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കലായിരുന്നു. പിന്നെ കുറേ ഫണ്ണൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കലായിരുന്നു. പിന്നെ ഞങ്ങൾ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോയി ഫോട്ടോസൊക്കെ എടുത്ത് സെയ്ദിൻ്റെ ഫോണിലാണ് പിന്നെ ഞങ്ങൾ അഡീഷണൽ ഒരു ഫോട്ടോ എടുപ്പിച്ചത്. അവൻ്റെ നിന്ന് ഫോട്ടോ കിട്ടാൻ ഇത്തിരി പാടാണ്. അപ്പോൾ അപ്പം തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ഫോട്ടോ ഷെയർ ചെയ്യലായിരുന്നു ഞങ്ങൾ പണി. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഡാൻസൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാം എന്ന് പ്ലാനാക്കി. ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചു. അപ്പോഴേക്കും പെണ്ണിനും ചെക്കനും പോകാൻ ടൈമായിരുന്നു. ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നിയർ ബൈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് വരുന്നത് നമ്മുടെ ഫോർട്ട് കൊച്ചിയിലെ പാരിഷ് ഹാൾ എന്ന് പറയും. അതായത് നമ്മുടെ ലോക മൂവിയിലെ ലാസ്റ്റ് ഫൈറ്റ് സീനൊക്കെ ഇല്ലേ, അതെടുത്തിരിക്കുന്നത് ഈ ഹാളിൽ വെച്ചിട്ടാണ്. അപ്പം അറിയാലോ അതിൻ്റെ ഏരിയാസ് നിയർ ബൈ ഒക്കെ അടിപൊളിയായിരിക്കുമെന്ന്. ഫോട്ടോസിനൊക്കെ പറ്റിയ സ്ഥലമാണ്. മിക്ക ആളുകളും അവിടെ വന്നൊക്കെ ഫോട്ടോ എടുക്കാറുണ്ട്. ഞങ്ങളും അവിടെ പോയി ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി. കാരണം നൈറ്റിൽ ഞങ്ങൾക്ക് റിസപ്ഷനും കൂടെ ഉള്ളതാണല്ലോ. ഞങ്ങളെല്ലാവരും ഇറങ്ങി അവിടെ നിന്ന്. പിന്നെ റിസപ്ഷന് ഞങ്ങൾ ഓൺ ടൈം തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഞാനാന്ന് തോന്നുന്നു ഫസ്റ്റ് എത്തിയ. അതിനുശേഷം ഉണ്ണി വന്നു, അഞ്ജന വന്നു, പിന്നെ സ്നേഹ വന്നു. എല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ലേറ്റായിട്ടാണ് ജംഷി എത്തിയത്. അങ്ങനെ ഞങ്ങളെല്ലാവരും റിസപ്ഷൻ അടിപൊളിയായിട്ട് കൂടി. റിസപ്ഷനിൽ ഒരുപാട് എന്താ പറയുക, ചെക്കൻ്റെ വീട്ടുകാരൻ്റെ ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ഫണ്ണായിരുന്നു കേട്ടോ. അതൊക്കെ പയ്യൻ ഡാൻസ് കളിക്കുന്നതും ഒക്കെ നല്ലതായിരുന്നു. ഹരിതൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡാൻസ് എല്ലാം ചെയ്ത് നൈസായിരുന്നു. ഇങ്ങനെ ബ്രൈഡും ഗ്രൂം കൂടെ ഡാൻസ് കളിക്കുന്നതൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങളതെല്ലാം കണ്ടിരുന്നു, എൻജോയ് ചെയ്തു. ജംഷി വരാൻ ലേറ്റായിരുന്നു. ആയിരിക്കുന്നതാണ് ജംഷി. അപ്പോൾ അവനായിട്ടൊരു വീഡിയോ എടുക്കണമല്ലോ, അതാണ് ഞാൻ സ്പെഷ്യലായിട്ടൊരു വീഡിയോ കൂടെ എടുത്തത്. പിന്നെ അങ്ങോട്ട് ചെക്കൻ്റെ വീട്ടുകാരെ പെർഫോമൻസ് ആയിരുന്നു, ഡാൻസും പാട്ടുമായിട്ട്. പിന്നെ ഹരിതയെ വിളിച്ച് ചെക്കനും ഹരിതയും കൂടെ ഡാൻസ് കളിക്കുന്നതും ഒക്കെ ആയിരുന്നു കുറച്ച് നേരം ഉണ്ടായിരുന്നത്. പിന്നെ അവരുടെ ടീംസിൻ്റെ ഡാൻസ് ആയിരുന്നു. ചെക്കൻ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. ഹരിത എവിടെയെങ്കിലും മാറിയെന്ന് ഇങ്ങനെ നോക്കുകയാണ്, എന്നെപ്പോൾ വിളിക്കുമോ പേടിച്ചിട്ട്. എങ്കിലും അവർ കംഫർട്ടബിളായിട്ട് തന്നെയാണ് ഹരിതയെ കൊണ്ട് ഡാൻസ് എല്ലാം ചെയ്യിപ്പിച്ചത്. ഡാൻസൊക്കെ അറിയാം ഹരിതയ്ക്ക്, പക്ഷെ അറിയാമല്ലോ ബ്രൈഡാകുമ്പോൾ ഒരു ചമ്മലാണ് എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ആൾ അത്യാവശ്യം എൻജോയ് ചെയ്ത് ഡാൻസൊക്കെ കളിച്ചായിരുന്നു ഉള്ളതുപോലെ.
അപ്പോൾ ഡാൻസിനിടയിൽ ഗ്രൂം എന്ത് ചെയ്ത് ബ്രൈഡിനെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചു. കൂടെ നിർത്തി ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പോഴേക്കും ബ്രൈഡിൻ്റെ ഹെയർ ഗ്രൂമിൻ്റെ ഷർട്ടിൽ ബട്ടണിൽ കുടുങ്ങിയായിരുന്നു. അത് നല്ല ഫണ്ണായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ ഒരുപാട് ചിരിച്ചായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. റിസപ്ഷൻ ഡാൻസ് എല്ലാം കണ്ടുകൊണ്ടിരുന്ന് ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. എല്ലാവരും നല്ല ഫണ്ണായിരുന്നു. എല്ലാവരും നമ്മളെ എൻഗേജ്ഡ് ആക്കാനുള്ള ഫങ്ഷൻസ് എല്ലാം അതിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഞങ്ങൾ എല്ലാ പരിപാടിയും കണ്ട് ഹരിതയുടെ മീറ്റ് ചെയ്തു, ഫോട്ടോസൊക്കെ ഒരുമിച്ച് പോയി എടുത്തു. എന്നിട്ട് ഹരിതയോട് ബായ് പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.